ലെഗസിയാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഈ ഗെയിം കളിച്ചപ്പോൾ നമുക്ക് നമ്മുടെ വാസോണിന്റെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയിട്ടുണ്ടായില്ല. അറിയാലോ വാസോണിന് വഴിപാട് എന്ന് നമ്മുടെ വീശായിരുന്നു. പക്ഷെ നമ്മൾ ഇത്തവണ എങ്ങനെയെങ്കിലും നമ്മുടെ വാസോണിന്റെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. എസ്കേപ്പ് ആവോ ഇല്ലയോ ഒന്നും അറിയില്ല ഗെയിം. നമുക്ക് ഇത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. ഒരു 5,000 ലൈക്സ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടാവുകയെ. സോ നമുക്കിത് നേരെ ഗെയിമിലേക്ക് പോവാം. നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇന്റർവ്യൂ അറിയാലോ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വണ്ടിയിലുണ്ടല്ലോ ഗെയിം എവിടെയും ട്രിപ്പ് പോവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു ബീച്ചിൽ കാടിന്റെ നടുക്കേക്ക് നമ്മൾ കാർ പോവാന്നു. അപ്പൊ നമ്മുടെ വാസുവിന്റെ വണ്ടി നമ്മുടെ റോഡിന് കളിച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ എല്ലാ ഗ്രാൻഡ് ഗെയിമിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾക്ക് അതിന്റെ പുറത്തേക്കാകും. അപ്പൊ വാസുവിനെ നമ്മളെ അടിച്ചിടും. അത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ ഗ്രാൻഡ് ഗെയിംസിലൊക്കെ ഉള്ള പോലെ തന്നെ കണ്ടത് വാസുവിന്റെ ജോലിയാണ്. റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ പുറത്തേക്കാകും. അപ്പൊ വാസുവിന് നമ്മുടെ പുറകെ വന്ന് അടിച്ചിടുന്നു. നോക്കിക്കോട്ടെ. അതെ ഇപ്പൊ തിരിയും കേട്ട. അത്രേ ഉള്ളൂ. അതാണ് വാസുവിനോട് ഐഡിയ. നമുക്ക് എല്ലാ സ്റ്റാർസിനും നോക്കണം. ഇനി എസ്കേപ്പ് ആവാൻ പറ്റൂന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഇവിടേക്ക് എന്തെങ്കിലും ഇതെന്താണ് ഗണ്ണിന്റെ ഉണ്ടിയാണ് കഴിച്ചത്. നമുക്ക് അതിനാലും ഗണ്ണ് വേണമല്ലോ. ഗണ്ണ് നമ്മുടെ കയ്യിൽ ഒഴിക്കാനുള്ള സ്ഥലമാണ്. നമുക്ക് ഓട് നോക്കിയിട്ടുണ്ട്. വാസുവിന്റെ കൂടെ ഉണ്ട്. നമ്മൾ കണ്ട് അമ്മേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ത് പെട്ടെന്ന് ഓടി വന്നത് ആ വഴിപാട് പിടിച്ചോണ്ട്. ഇപ്പൊ ഈശി പൂശയാണ് വാസണം പോയിട്ടുണ്ടാവുമായിരിക്കൂലെ. എനിക്ക് പോയേക്കാണ് തനിക്ക് പോയി എവിടെ ഒന്ന് ഭഗവാനെ ശബ്ദം ഞാൻ കേട്ട് എവിടെയെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഈ ഫോട്ടോ മാറ്റാൻ പറ്റും. ആക്ച്വലി ഫോട്ടോ മാറ്റുന്നുണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളത് ഈ ഫോട്ടോ മാറ്റാനായിട്ട് നമ്മളിത് കാണില്ല. പക്ഷെ ഈ ഫോട്ടോ മാറ്റിയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. വേറെ എവിടെയും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. നമുക്കൊരു ഇഞ്ച് സ്ഥലം കിട്ടുന്നില്ല. ഇതിലും എന്തൊക്കെ ഗ്രാനി ഇറങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വാസുവിന്റെ കാര്യം പറഞ്ഞാൽ ഇയാൾ പോയി വാസു ആരുടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഓപ്പൺ ചെയ്തിട്ടേ കണ്ടിട്ടില്ലേ. ഇത് നമുക്ക് ഇത് അടച്ചിട്ട് താഴത്തേക്ക് പോവാം. അയാളെ ഇങ്ങോട്ട് പോകേണ്ടി വലിയ പണി. ഇങ്ങോട്ട് വരും. ഇപ്പൊ ഒരു വാസത്തിനെ ഇങ്ങോട്ട് ഇവിടെ എന്തോ കളിയുണ്ടോ തോന്നുന്നു. എടാ നമ്മൾ ഈ സ്ഥലത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുണ്ടായില്ലടാ. ഇവിടെ എന്തൊക്കെയോ ഒരു മാസം വന്നിട്ട് കുത്തിനേട് നമ്മൾ കണ്ട് ഇല്ലല്ലോ. പേടിച്ചു വിട്ടാ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു മരം മണിയിട്ടിട്ടുണ്ട്. മണി എങ്ങനെയാണോ മാത്രം ഐ മിസ് യു. ഇടാൻ പറ്റുന്നുണ്ട്. അപ്പുറത്തെ ജനലാ നോക്കുന്നത് ചെറുത് ചെയ്യാൻ പറ്റുമോ? മണി കിട്ടി വെച്ചിട്ടുണ്ട്. കണ്ട മണിയുടെ പള്ളി കണ്ട ഈ വാതിലിന്റെ കട്ടിലേടെ കൂടെ വെച്ചേക്കണ്ട. നമുക്ക് അങ്ങോട്ട് പോയി പണി പാടാം. വീണ്ടും ശബ്ദം കേൾക്കും. ഈ ഡോർ വഴിയാണ് നമുക്ക് എസ്കേപ്പ് ആക്കേണ്ടത്. ഇതാണ് ഡോർ എസ്കേപ്പ്. നോ വേ ഈ വഴി നമ്മൾ എസ്കേപ്പ് ആവാം. അവിടെ ഇങ്ങനെ എങ്ങനെയുണ്ടോ ഇവിടെ സർച്ച് ചെയ്തോട്ടെ. എന്തെങ്കിലും ഒരു തേങ്ങ ഇടാൻ ഇതൊക്കെ നോക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കണം സീന്. അപ്പൊ നമുക്ക് ഈ പെട്ടി നോക്കാൻ പറ്റും. ഇങ്ങനത്തെ പെട്ടികളൊക്കെ നമ്മൾ ഫുള്ള് തുറന്ന് നോക്കണമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് മുട്ടക്കാട്ട സീനായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ സെർച്ച് ചെയ്ത് നോക്കാനില്ല. അല്ല സ്റ്റെപ്പിന്റെ തൊട്ടി പൊട്ടേക്കുന്ന ഒരു വഴിയുണ്ടല്ലേ. ഇത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴി എനിക്കറിയാം. എനിക്ക് മനസ്സിലായി. ഫൈൻഡ് കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കൊരു ഫ്യൂസും വെക്കണം. കണ്ട പാനൽ ഈസ് ഓഫ്. ഫ്യൂസും കണ്ടുപിടിക്കണം. നമ്മൾ കോഡ് പഠിക്കണം. ഓക്കെ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇല്ലടാ നമ്മുടെ ഡോർ സ്കിപ്പിന്റെ കള്ളങ്ങളെ നമ്മൾ അയാളെ കാണുന്നതിനായിട്ട് മുമ്പ് കട്ടിലേക്ക് വിളിച്ചിരുന്നതാണ്.
അത് കള്ളക്കളിയാണ് നമ്മളെ പിടിച്ചത്. അത് ശരിയായില്ല, അത് ശരിയായില്ല. അത് നമ്മൾ ചതിച്ചതാണ്, എന്നെ ചതിച്ചതാ. അത് ഞാൻ അതിനുള്ളൊന്ന് കീറിയതാ. ഇവിടെ ഇവിടെ പാടിലോക്കിയുണ്ട്. അമ്മേ അമ്മേ അമ്മേ, ഈ പാടിലോക്കി മിക്കവാറും അറിയാതെ പാടിലോക്കി മീൻസ് ഇവിടെ പിന്നെ വിളിക്കാനും സാധില്ല. പാടിലോക്കി മീൻസ് അറിയാതെ നമ്മുടെ ഡോർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള കീ ആയിരിക്കും. എടാ അയാൾ ഇവിടെ എത്തിയിട്ടുണ്ടാ. പടിമാറാൻ ഈ സൈഡിൽ കണ്ടേ. എന്റെ പൊന്നെ, ഞാൻ കൊണ്ട് തോറ്റല്ല അല്ലേ തോന്നണം. മറ്റു സാധനം സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ വെച്ചാൽ ചെയ്യട്ടെ. നമുക്ക് പാടിലോക്കി വെച്ചിട്ട് നമ്മൾ താഴ്ത്തൊന്നും ഉള്ളിൽ നിൽക്കാതെ എന്തെങ്കിലും കളി നടക്കുമെന്ന് നമുക്ക് അപ്പം അറിയാം. ഇത് തുറക്കാൻ അതിന്റെ കീ ടു ഓപ്പൺ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യുന്നത് ക്യാബിനറ്റ് കീ വേണം. ഓക്കെ, ഇറച്ചി കഷ്ടപ്പെടെ കിടക്കണ്ടേ. നമുക്ക് താഴെ പോയി ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഓപ്പൺ ചെയ്ത് നോക്കാനാണ് എനിക്ക് നമ്മുടെ പാടിലോക്കി ഇല്ലേ, പാടിലോക്കി നോക്കുന്നത് ആ ഡോറിന്റെ നമുക്ക് സെറ്റ് ആവും നോക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് സുഗുൾ ഡ്രൈവർ നോക്കാനുണ്ട്. ഇറ്റ്സ് ദി ഡോഗ് ലൈക്സ് മീറ്റ്. ഓ, നമുക്ക് പട്ടിക്ക് സ്റ്റോറി ഇട്ട് കൊടുക്കണം. അത് ഓൾറെഡി നമുക്ക് അറിയാല പട്ടിക്കാണ് അറച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് പിന്നെ വേറെ ആർക്കാണ് അറച്ചു കൊടുക്കാനുള്ളത്. ഓബിയസ് ഈ ഫോട്ടോ നമുക്ക് മാറ്റാൻ പറ്റും. ഒന്നും കേട്ടാ, നമ്മൾ വെറുതെ പട്ടികയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു ഫോട്ടോ ഉണ്ട്, ഇത് മാറ്റാൻ പറ്റും. നോ ഗേസ്, ഈ ഫോട്ടോ ഒക്കെ എന്തിനാണ് ഞാൻ മാറ്റുന്നത്? ഞാനുണ്ടല്ലോ ഗേസ്, ആ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന്. എന്റെ അമ്മീ, ഞാൻ എന്തോടിക്കുന്നുണ്ടോ മെസ്സേജ് പാടിനോക്കി. ഇതാണ് പാടിനോക്കി കഴിച്ച്. ഇനി എന്താ വേണ്ടേ? അതിന് സംതിങ് ടു റിമൂവ് ദി നെയിൽ. നമുക്ക് നെയിൽ റിമൂവ് ചെയ്യാൻ എന്തോ വേണം. ഇവിടെ പിന്നെ അതിനോട് സംതിങ് ടു സ്പിന്ന്. ഓക്കെ, ഇത് സ്പിൻ ചെയ്യാൻ എന്തോ വേണം. പിന്നെ അതിനോട് ആക്സസ് കാർഡാ. ഈസി കൂസി. പിന്നെ ഇതെന്താണ്? എന്റെ പൊന്നെ, നമുക്കിനി നെയിൽ റിമൂവ് ചെയ്യാൻ വേണം, ഒരു സ്പിന്ന് ചെയ്യേണ്ട സാധനം വേണം, ആക്സസ് കാർഡ് വേണം. പിന്നെ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. സീനാക്കാട്ട് തോന്നണേ. ഇതിനുള്ളിൽ ഒരു തേങ്ങ ഫ്രിഡ്ജിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാ പട്ടിക്ക് വിട്ടിട്ടുണ്ടാ. ഇതെന്താണ് ടീസർച്ചാണ്. ഇതിനുള്ളിൽ ഒന്നുമില്ല. ഇതിനുള്ളിൽ പിന്നെ പറഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ലെറ്ററിൽ നമ്മൾ വായിച്ചു നോക്കണ്ട. നമ്മുടെ സിങ്കിന്റെ താഴെ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇതാണ് സിങ്ക്. സിങ്കിന്റെ താഴെ എന്തോ ഉള്ളതെന്ന് നോക്കട്ടെ. ഓഗേസ് ഇതെന്താണ്? ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഓഫ് വിത്ത് മൈ ഹാൻഡ്. ഓഗേസ് നമുക്ക് ഇത് അഴിക്കാനുണ്ട്. ഇത് അഴിക്കാൻ നമ്മൾ എന്തോ സാധനം കണ്ടുപിടിക്കണമെന്നായിട്ട് എനിക്ക് തോന്നണേ. ഓക്കെ ഓക്കെ, സെറ്റ് നമ്മളെ കണ്ടുപിടിക്കണം. ഓപ്പൺ ചെയ്ത് നോക്കാൻ തന്നെ നീ അയാളത് പുറത്തേക്കുമ്പോൾ ഇവിടെ ഞാൻ സത്യം നോക്കിയിട്ടാവുന്നല്ല ഒരു ധൈര്യമില്ലാതെ. ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും അഴിച്ചോക്കാൻ പറ്റും. ഇതല്ലേ അതിനായിട്ട് റിമൂവ് ദ സ്ക്രൂ. ഓ, എനിക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടി. സ്ക്രൂ ഡ്രൈവർ എന്റെ കയ്യിലുണ്ട്. ഓ, ഇവിടെ ഇരുന്നാ മറ്റേ സാധനം പോറാം. എനിക്കറിയാം, മറ്റേ വണ്ടി ഇട്ടിരുന്നാ മണി അടിക്കാനായിട്ട്. മണി അടിക്കാൻ ഞാൻ ഇപ്പോഴത്തേക്കാൾ പോകണം. ഓ, അയാൾ പുറത്തുണ്ടല്ല. ഇങ്ങോട്ട് വരാൻ തുടങ്ങുവാണ്. ഇതെന്താ ഈ കാര്യം? ആക്സസ് കാർഡ് കിട്ടി. ആക്സസ് കാർഡ് കിട്ടി. ആക്സസ് കാർഡ് കിട്ടി. ഇതാന്ന് തോന്നുന്നു. ആക്സസ് കാർഡ് ഞാനിതാക്കി. ലെറ്റ്സ് ഗോ. ഇവനോടൊരു പ്ലാന്റ് റിമൂവ് ചെയ്യണം. അതിന് നമുക്ക് നീക്ക് ചുറ്റിക വേണമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് വേണമായിരിക്കും. അതിനുശേഷം നമുക്ക് എന്തോ സ്പിന്ന് ചെയ്യണം, എന്തോ സാധനം വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നീലെന്തുണ്ട് എനിക്ക് തോന്നുന്നു. ഗ്രാനിന് പോയി ഇലക്ട്രിസിറ്റി നമുക്ക് കട്ട് ചെയ്യാനുണ്ടാവും. എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമുക്ക് നീലിപ്പോ നമ്മുടെ സുഗു ഡ്രൈവറെ കൊണ്ടുവന്നാല. സുഗു ഡ്രൈവർ എന്തോ കളിയുണ്ട്. ഇപ്പൊ ചെറിയൊരു സന്തോഷം നമ്മൾ 2 ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അത് മതി. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഫെൻസിലേക്ക് ചാടി എടുത്ത് നമുക്ക് എസ്കേപ്പ് ആവേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടാ. നമ്മൾ ഇതിലേക്കാണ് പോകേണ്ടത്. മാസം വീണ്ടാന്ന് തോന്നുന്നത്. ഇത് പുറത്തേക്ക് സർച്ച് തോന്നുന്നത്. നമ്മുടെ കൈസർക്ക് നമ്മുടെ കൈസറിന് പൊടിന്റെ അവിടെ എന്തെങ്കിലും കിടക്കുന്നത് നമുക്ക് തോന്നുന്നത്. നൈസായിട്ട് ഈസി സൗണ്ട് കേട്ടു. ഓ, ഇവിടെയാണ് നമ്മൾ അറച്ചു കൂട്ടിയിട്ട് കൊടുക്കേണ്ടത്. ഓ, ഇവിടെ മറ്റേ പെട്ടി. ഇതിന് മേളിൽ കയറാൻ പറ്റും. വാസോണെങ്കിൽ ഇങ്ങോട്ട് ഈസി പൂശയാണ്. ഓ, ഇവിടെ നോക്കാൻ പറ്റുമല്ലോ. ഇതിലൂടെ നമ്മളിത് ഓൾഡ് ടൂളാ. ഈ ടൂൾ വെച്ചിട്ട് തോന്നുന്നത് നമ്മുടെ മറ്റേ സിങ്ക് നമുക്ക് അഴിക്കണം. അങ്ങനെയാണ് ഓഫീസ് വാസോണ്ടാവുന്നത്. ഇവിടെ വണ്ടി ഇട്ടിട്ടില്ലേ? ഇവിടെ വഴിയുണ്ട്. ഓഫീസ് നമുക്ക് കാറിന് ഡിക്കി നോക്കാനോ, കാറിന് ഡിക്കി നമുക്ക് നോക്കാനോ. ഡിക്കി എന്തെങ്കിലും ഉണ്ട്? ഇല്ല. വാസോടെ മൊത്തം അങ്ങോട്ട് പോകട്ടെ. ഇതിന് ശേഷം ഒറ്റ ഓടിയാണെങ്കിൽ നമുക്ക് നേരെ വീട്ടിലെടുത്തിട്ട് പോകണം. കമോൺ കമോൺ. സൈഡിലോട്ട് വേണ്ട. അങ്ങോട്ട് പോകുന്നതാ. ഇവിടെ കിട്ടിയില്ല. ഇതിനുള്ളില് ഉള്ളൊരു ഇടാനി ഉള്ളൊരു ഇട നമുക്ക് നീ പട്ടി പട്ടി കടിച്ചതാണ്. ഓ, ഇത് വെച്ച് നമുക്ക് നമുക്ക് ഈ സാധനം കണ്ടുപിടിക്കണം. അതിന്റെ സംതിങ് പിന്നെ ഇതൊന്നും നമ്മൾ അടിക്കണം. അത്ര ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക്
ആവണം, എങ്ങനെയെങ്കിലും സേഫ് ആവണം. ഓഫീസിൽ സൂപ്പർ ഡ്രൈവർ കൊണ്ടുവരണം. ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കണം. ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എന്തെങ്കിലും സംഗതി. ഓക്കെ, ഞാൻ താഴെ ഇതിലായിട്ട് കയറി കിടക്കണ്ട. എനിക്ക് കുഴപ്പമില്ല തോന്നണേ. ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ടില്ലടാ. നമ്മൾ നൈസായിട്ട് വിളിച്ചിട്ടുണ്ടാ. നൈസായിട്ട് ഇറങ്ങിയാലോ? നൈസായിട്ട് ഇറങ്ങിയേക്കാം. ഇന്ന് നമുക്ക് ഉണ്ടല്ലടാ നമ്മുടെ സുഹൃത്തുക്കളും നമുക്ക് കൊണ്ടുവരാം. ഈ സുഹൃത്തുക്കളെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത കളികൾ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വീട്ടിൽ വേണ്ടി ഇവിടേക്ക് എന്തോ ഒരു ചിഹ്നമായിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ആവുക. നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും കണ്ടുപിടിക്കാനുള്ള സമയം എന്തെങ്കിലും ഇല്ല. എൻ്റെ കയ്യിൽ സുഹൃത്തുക്കളുള്ളൂ. എന്താ അവസ്ഥയാണ് ഇത്? നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ് അല്ലേ? സീനാവും അറിയാൻ പാടില്ല. വാസുവിന് പറ്റിച്ചതാ സാധനം എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റൊരു താഴെ പെട്ടിയില്ലേ, പെട്ടിയുടെ കണ്ടാണ് ഞാൻ ഇതിലേക്ക് തോന്നും. അത് ഇത് നോക്കാറുണ്ട്. ഇതിന് ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ എന്ത് തേങ്ങ ഇതെന്നാണ് അതിന്റെ ഇവിടുത്തെ സ്പൂൺ ഉണ്ടല്ലോടാ, നമുക്ക് കഴിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ സ്പൂൺ കഴിക്കണട്ടാ. സെറ്റ് കുഞ്ഞിരിക്കുന്നല്ലാതെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല സെൽക്കി എന്താണ് നമുക്ക് മറ്റേ സാധനം തോന്നാണ്. സുഖമായിട്ടുണ്ട്. ഇനി എന്റെ വാസനെ പിടിച്ചത് കള്ളക്കളിയാണ്. വാസണ്ണ കള്ളക്കളി കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ വാസണ്ണ. ഞാൻ നിർത്തി ഞാൻ പോകും. ഓക്കെ, വാസണ്ണ പോകും. ഇനി ഞാൻ പുറത്ത് ഞാൻ പെട്ടി തുറന്നു നോക്കട്ടാ. ഈ സൂപ്പർ ഡ്രൈവർ വെച്ച് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സാധനം അവർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. വാസണ്ണ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഇത് നിങ്ങളുടെ പോയി കഴിഞ്ഞു പോകണേ. എനിക്ക് ടൈമിൽ സ്പീഡും അതിനൊരു സബ്ജക്റ്റ് കട്ടി ഫയർ. ഞാൻ പറഞ്ഞില്ലടാ, നമ്മുടെ ഡോറ് തുറക്കാനായിട്ട് നമ്മളെ ഫയർ കട്ടി. നമുക്കൊരു ഫയർ കട്ടർ വേണം. അപ്പോ ഇത് നമുക്ക് മേടിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാലോ? ഈ സ്പീഡിലാണെങ്കിൽ നമ്മുടെ കളികൾ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മേടിൽ പോട്ടാ. നമ്മൾ ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയില്ലേ? ഈ ഏരിയ നമ്മൾ മൊത്തം നോക്കിയതാണ് തോന്നേ. നമുക്കത് മേളിൽ മാത്രമാണ് സെർച്ച് ചെയ്ത് നോക്കാനുള്ളത്. നമുക്ക് ഫയർ കട്ടർ വേണം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ നമുക്കില്ല കേസ്. മറ്റേ സംഗതികൾ നമ്മളിത് തുറക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. കളികള് കണ്ടിട്ട് മനസ്സിലായി തോന്നിയിട്ടില്ല. വേഗം ഇവിടെ അമ്മേ സമയം കിട്ടിയടാ. കട്ടി പ്ലെയർ കിട്ടി. കട്ടി പ്ലെയർ കട്ട് ചെയ്യണം. വാസുണ്ണി നീ വാസുണ്ണാരും കിട്ടത് കേൾക്കണേ. ധ്യാനിയാണെങ്കിലല്ല വിളിച്ചു പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞോട്ടെ.